കൊല്ലം ചാത്തന്നൂരിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാവുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമാനമായ രീതിയിലുള്ള നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ചാത്തന്നൂർ തിരുമുക്ക് ഭാഗത്ത് 200 മീറ്ററോളം നീളത്തിലാണ് അപകട സാധ്യത ഏറെയുള്ളത്. ചാത്തന്നൂർ തിരുമുക്കിന് സമീപം കഴിഞ്ഞ ദിവസവും ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു. 38ഓളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് ചാത്തന്നൂർ പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. കരാറുകാരുടെ അശ്രദ്ധയാണ് പ്രധാന കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് ഇതിനകം നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. എങ്കിലും ചാത്തന്നൂർ പ്രദേശത്തെ അപകടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് ആരോപണം. ചാത്തന്നൂർ നിരവധി അപകടങ്ങളാണ്. ഈ മാസം തന്നെ ഒരു 6 വണ്ടി KSRTC അതേണക്ക് 2 വീലറുകാര് കാറുകാരെ എല്ലാവരും കൂടെ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയിൽ പുറഞ്ഞ് അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത്. നിരവധി വാഹനങ്ങൾ ചെയിൻ ഇട്ട് പിടിച്ചിട്ടാണ് നമ്മള് JCB അറേഞ്ച് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. റോഡ് സൈഡിൽ ഇവർക്ക് ഒരു റെഡ് ബാരിക്കേഡോ റിബണോ വെച്ച് കെട്ടിമറയ്ക്കാതെയാണ് ഇവരുടെ പണികൾ നടക്കുന്നത്. ചാത്തന്നൂർ വികസന സമിതി ഇതിന് നല്ല രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് ബാരിക്കേഡുകളോ ട്രാഫിക് കോണുകളോ സ്ഥാപിച്ചാൽ ഏറെക്കുറെ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചാത്തന്നൂർ പ്രദേശത്തെ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.